മക്കളെ, ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് പഠിക്കാനുള്ളത് പാഠം 6, നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ തുടരുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ഈ നീണ്ട സമയത്തിനിടക്ക് നോമ്പുകാരന് അനുവദനീയമല്ലാത്ത വല്ലതും ബോധപൂർവം ചെയ്താൽ ആ നോമ്പ് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത റമളാന് മുമ്പായി ആ നോമ്പ് നോറ്റിവിട്ടുക തന്നെ വേണം. അങ്ങനെ ഒരാളുടെ നോമ്പ് ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതാ താഴെ ക്രമപ്രകാരം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ബോധപൂർവം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. നോമ്പ് ഉണ്ടെന്ന കാര്യം മറന്നുകൊണ്ടോ അബദ്ധത്തിലോ നിർബന്ധിതമായോ വല്ലതും വയറ്റിലേക്ക് കിടന്നാൽ നോമ്പ് മുറിയുകയില്ല. അല്ലേ? അബദ്ധം അല്ലെങ്കിൽ മറവി സംഭവിക്കുക, അതല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥ. രണ്ടാമത്തെ കാര്യം മനഃപൂർവ്വം ഛർദ്ദിക്കുക. വായിൽ വിരലിട്ടോ മറ്റോ ബോധപൂർവം ഛർദ്ദിക്കുന്നത് നോമ്പ് മുറിയാൻ കാരണമാകും. എന്നാൽ സ്വാഭാവിക ഛർദ്ദി കൊണ്ട് നോമ്പ് മുറിയുകയില്ല. തനിയെ വരുന്ന ഛർദ്ദി കൊണ്ട് എന്ത് ചെയ്യില്ല? നോമ്പ് മുറിയില്ല. മൂന്നാമത്തത് ശാരീരിക അശുദ്ധികൾ സംഭവിക്കുക. നോമ്പ് വേളയിൽ സ്ത്രീകൾക്ക് ആർത്തവ രക്തമോ പ്രസവ രക്തമോ ഉണ്ടാവുക. നാലാമത്തത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യും? നോമ്പ് ഇല്ലാതാവും, ബാത്തിലാവും. ഇനി നോമ്പുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്: ഭക്ഷണമോ പാനീയങ്ങളോ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമാവുന്ന ഇബാദത്തല്ല നോമ്പ്. മറ്റ് സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് നോമ്പിൻ്റെ പുണ്യം പൂർണ്ണമായി നേടാൻ സാധിക്കുക. നോമ്പിൻ്റെ ശരിയായ പൂർത്തീകരണത്തിന് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് നോമ്പിൻ്റെ ഫറലുകൾ. നോമ്പിൻ്റെ ഫറലുകൾ 2 എണ്ണമാണ്. അതിലെ ഒന്നാമത്തത് നിയ്യത്താണ്. അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്നുവെന്ന് തീരുമാനിക്കുന്നതാണ് നിയ്യത്ത്. അത് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നില്ല, നമ്മുടെ മനസ്സിലത് പറഞ്ഞാലും മതിയാവും. കാര്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. ഇനി നോമ്പിൻ്റെ മര്യാദകൾ. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ മര്യാദകളുണ്ട് അല്ലേ? നോമ്പിൻ്റെ മര്യാദകൾ നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തത് അത്താഴം കഴിക്കുക. ഓരോ നോമ്പും തുടങ്ങുന്നതിന് മുമ്പായി എന്തെങ്കിലും കഴിക്കുന്നത് സുന്നത്താണ്. രാത്രി പാതിയായത് മുതൽ സുബഹിക്ക് മുമ്പ് വരെയാണ് അതിൻ്റെ സമയം. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക്കത്തൻ മുത്തഫഖുൻ അലൈഹി. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. 2, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. അസ്തമയം ഉറപ്പായാൽ വേഗത്തിൽ നോമ്പ് മുറിക്കണം. ലാ യസാലുന്നാസു ബിഖൈരി മാ അജ്ജലു അൽ ഫിത്ര മുത്തഫഖുൻ അലൈഹി. വേഗത്തിൽ നോമ്പ് മുറിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അനാവശ്യ വാക്കുകളും പ്രവർത്തികളും ഒഴിവാക്കുക. നോമ്പുകാർ ചീത്ത പ്രവർത്തികളും സംസാരവും ഒഴിവാക്കണം. ആരെങ്കിലും വഴക്കിനു വന്നാൽ പോലും അവരോട് എന്ത് ചെയ്യണം? അവരോട് പറയണം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻലം യദാ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദാ ത്വാമഹു വശറാബഹു. ആരെങ്കിലും ചീത്ത വർത്തമാനവും അത്തരം പ്രവർത്തികളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അയാൾ ഭക്ഷണവും പാനീയവും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. 4, ഖുർആൻ പഠനവും പാരായണവും. ഖുർആന്റെ അവതരണ മാസമാണ് റമളാൻ. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു അല്ലേ? ഖുർആൻ പാരായണത്തിനും പഠനത്തിനുമാണ് റമളാനിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. ഈ പുണ്യമാസത്തിൽ ഖുർആൻ മുഴുവനായി ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഖുർആനിലെ ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നതിനും അനേകം ഇരട്ടി പ്രതിഫലമാണ് റമളാനിൽ അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 5, ദാനധർമ്മങ്ങളും സുന്നത്തുകളും വർദ്ധിപ്പിക്കുക.
ദാനധർമ്മങ്ങളും മറ്റു സുന്നത്തായ മഹത്തായ പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമളാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മങ്ങൾക്കും മറ്റു സുന്നത്തുകൾക്കും റമളാൻ മാസത്തിൽ പതിവിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നു. തറാവീഹ് ഉൾപ്പെടെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ നോമ്പുകാരൻ ശ്രദ്ധ പുലർത്തണം. 6ാമത്തെ കാര്യം പ്രാർത്ഥനകൾ. നോമ്പ് സമയങ്ങളിലും നോമ്പ് മുറിക്കുമ്പോഴുമെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാസമയങ്ങളിൽ അവ പ്രാർത്ഥിക്കുന്നത് പുണ്യകരവുമാണ്. 7. അവസാന 10 കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. റമളാനിലെ ഏറ്റവും പുണ്യകരമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അവസാനത്തെ 10 ദിവസങ്ങളിലാണ് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10കളിൽ ഇബാദത്തുകൾക്കായി പ്രത്യേകം ഒരുങ്ങുകയും അതിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു. നമസ്കാരങ്ങളും പ്രാർത്ഥനകളുമായി പള്ളിയിലായിരുന്നു ആ ദിനങ്ങളിൽ അദ്ദേഹവും സഹാബിമാരും കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചത്? നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ, നോമ്പുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നോമ്പിൻ്റെ ഫറലുകൾ, നോമ്പിൻ്റെ മര്യാദകൾ. നോമ്പിൻ്റെ ഫറലുകൾ എത്രണ്ണാണ്? 2 എണ്ണമേ ഉള്ളൂ അല്ലേ? 1 നിയ്യത്തും, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും. അടുത്തത് നോമ്പിൻ്റെ മര്യാദകൾ അല്ലേ? നോമ്പിൻ്റെ മര്യാദകളിൽ 7 എണ്ണം പഠിച്ചു. 1ാമത്തേത് അത്താഴം കഴിക്കുക, 2ാമത്തേത് സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക, 3 അനാവശ്യ വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുക, 4 ഖുർആൻ പഠനവും പാരായണവും, 5 ദാനധർമ്മങ്ങളും സുന്നത്തുകളും വർദ്ധിപ്പിക്കുക, 6 പ്രാർത്ഥനകൾ, 7 അവസാന 10 കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇത്രയും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.